ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തുറക്കാനാ പറഞ്ഞേ, അവളെ കയ്യിൽ കിട്ടിയ കൊല്ലി ഞാൻ. തുറക്കടാ, തുറക്കാൻ. എടാ തുറക്കടാ ദേവാ. എടാ ഞാൻ കല്യാണം നടത്തില്ല. എടാ നിന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടടാ. എടാ മഹാഭാവം ചെയ്യാതൊന്നും മനസ്സിലാക്കടാ ദേവാ. ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇപ്പൊ ഈ പറയുന്നത് മറികടന്ന് ഇവരുടെ കല്യാണം നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്റെ പ്രിയങ്ക മോളെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. പിന്നെ 2 എണ്ണം അകത്ത് പോയി കിടക്കേണ്ടി വരും. അമ്മ വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? മുഹൂർത്തം കഴിയാൻ പോവാ. ദേവാ, എടാ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ഈ കല്യാണം നടത്തിയ നാളെ വേദനിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ എന്റെ കൂടെ വന്ന ഓട്ടോക്കാരനോട് അവനോട് ചോദിക്കേ. അവനിതൊക്കെ കണ്ടതാ. അവനോട് ചോദിച്ചു നോക്കാം നമുക്ക്. അവര് ഇത്രയും ബഹളം വെച്ച് പറയല്ലേ, അയാളോടൊന്ന് ചോദിച്ചു നോക്കുന്നതിൽ എന്താ? എന്ത് കാര്യത്തിനെ ഒരു സംശയ നിവാരണം നടത്തുന്നത് നല്ലതാണല്ലോ. വാ, എല്ലാരും വാ, ഞാൻ കേൾപ്പിച്ചു തരാം. എടോ, താൻ പേടിക്കൊന്നും വേണ്ട. മുത്തശ്ശിയുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് വിളിച്ചു പറയുന്ന ഇതൊക്കെ. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ എവിടെ അമ്മേ? എവിടെ അമ്മേ? എവിടെ അമ്മ പറഞ്ഞ ഓട്ടോക്കാരൻ? അവനിവിടെ ഉണ്ടായിരുന്നു. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ അവന്റെ പേര്? അവന്റെ പേര് മണികണ്ഠൻ എന്നാ. ഏത് മണികണ്ഠൻ? എടാ, ഞാൻ അവനെ കവലയിൽ ഓട്ടോ ഓടിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അവൻ ആ കവലയിൽ തന്നെ ഉണ്ടാവും. എടാ, അവനെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. ദേവ, യശോദേ, നിങ്ങൾ 2 പേരും ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. നമുക്ക് പോയി പ്രിയങ്ക മോളെ കണ്ടുപിടിക്കണം. എന്താ ചെയ്യാ? സുകുമാരി, പ്രിയങ്ക നഷ്ടപ്പെട്ട മാനസിക വിഭ്രാന്തിയാ ഇതല്ല. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. മാനസിക വിഭ്രാന്തി എന്ന് വെച്ചാ ഭ്രാന്തല്ലേ? അതെ, നിങ്ങൾക്കതല്ലേ അമ്മേ?
എന്നാൽ ഈ ഓട്ടോക്കാരൻ എവിടെ പോയി? എടാ മുരുക, മുരുക! മുരുകനോ? ആ? ഓട്ടോക്കാരന്റെ പേര് മണികണ്ഠൻ എന്നല്ലേ പറഞ്ഞത്? ഓ, എടാ മണികണ്ഠനായാലും മുരുകനായാലും ഓട്ടോക്കാരനല്ലേ? തിരുമേനി എന്താ ചെയ്യ? മുഹൂർത്തത്തിന് തന്നെ വിവാഹം നടത്താതിരിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാരും കൂട്ടി അകത്തേക്ക് എന്നോളൂ. ഞാൻ ഇപ്പൊ വരാം. എല്ലാവരും അകത്തേക്ക് ചെല്ലുക. നടക്കുക. അതെ, എന്താ നോക്കി നിൽക്കുന്നേ? അകത്തേക്ക് നടക്കാൻ പറഞ്ഞില്ലേ? ദേവാ, യശോദേ, അമ്മ പറയുന്ന ഒന്ന് വിശ്വസിക്കടാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ പിന്നാലെ ഓടി നോക്കി മോനെ. അവളെന്റെ കൺമുമ്പിൽ ഇത് പോയി. അമ്മ ഇങ്ങനൊന്നും പറയില്ലേ അമ്മ. എടാ, നിങ്ങക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഈ കല്യാണം മുടങ്ങണം. വരുൺ പ്രിയങ്കയുടെ ഭർത്താവാ. അവന്റെ കല്യാണം വേറെ നടക്കാൻ പാടില്ല. ഞാനിത് മുടക്കും. അയ്യോ അമ്മേ. അമ്മേ, വരുണിന്റെയും രാധികയുടെയും ആഗ്രഹങ്ങൾ തടയാൻ അമ്മ എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. ഇത് ഞാൻ എന്റെ മകൾക്ക് കൊടുത്ത വാക്കാ. അവരുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഓ ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എടാ, എന്നെ വിട്. രാജീവേ, വന്ന് പിടിക്കേ. എടാ, ദേ, പ്രിയങ്കയുടെ ഞാൻ അമ്മ കുറച്ച് കണ്ടതാ. നേരത്തേക്ക് മണ്ഡപത്തിലേക്ക് വരണ്ട. നിങ്ങൾ നോക്കിയാൽ മതി. എടാ, ഞാൻ പറയുന്നത് കേക്ക്. പറയുന്നത് കേക്ക്. കൊണ്ടുപോവാ. ഞങ്ങള് കൊണ്ടുപോയിക്കണം. ആ, എടാ, എന്നെ വിടാൻ കൂട്ട്. എന്നെ വിടാൻ. ഇങ്ങോട്ട് വാ അമ്മേ. എടാ, കയ്യെ പിടിച്ച് വലിക്കാതെ അമ്മച്ചി. ഒന്ന് വിടാൻ. ഞാൻ എന്താ വിളിച്ചില്ല. ഇത്? പറഞ്ഞ കേക്ക്. എന്റെ കയ്യെന്നെ അമ്മ ഇങ്ങ് വിടാൻ വന്നേ. പറഞ്ഞത്. ആ, അമ്മ ഇങ്ങോട്ട് വാ. അയ്യോ. അമ്മേ. അയ്യോ, ഞാൻ എടാ, അല്ല, അടയ്ക്കില്ല. ഏയ്, കൊല്ലും ഞാൻ. എടാ, അല്ല, അടയ്ക്കില്ല. എടാ, കഥവ് തുറക്കടാ. എടാ, കഥവ് തുറക്കാൻ. ഈ കല്യാണം നടക്കില്ല. എടാ ദേവാ, എടാ മഹാപാപമാണ് ഈ കാണിക്കുന്നേ. എന്റെ പ്രിയങ്കമോള് ജീവിച്ചിരിപ്പുണ്ടടാ. എടാ, തുറക്കാൻ. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലടാ. തുറക്കാനാ പറഞ്ഞ്. അവളെ കയ്യിൽ കിട്ടിയ കൊല്ലും ഞാൻ. തുറക്കടാ, തുറക്കാൻ. എടാ, തുറക്കടാ ദേവാ. എടാ, ഞാൻ കല്യാണം നടത്തില്ല. എടാ, നിന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടടാ. എടാ, മഹാപാപം ചെയ്യാതൊന്നും മനസ്സിലാക്കടാ ദേവാ.